നമസ്കാരം. എംപുരാൻ എന്ന സിനിമയുടെ റീസെൻസർ ചെയ്ത പകർപ്പുകൾ പുറത്തുവരാൻ പോകുന്നുവെന്നും എംപുരാൻ എന്ന സിനിമയിൽ 17 ഇടങ്ങളിൽ സെൻസർ ബോർഡ് കത്രിക വെക്കാൻ പോകുന്നുവെന്നുള്ള ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തുവരികയാണ്. എന്തുകൊണ്ട് എംപുരാനിൽ കത്രിക വെക്കണം? നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ അസൗകര്യമായി മാറുന്ന, നമ്മളിൽ പലരും മറന്നുപോയ ചോരയുടെ ചരിത്രം ഈ സിനിമയിൽ വീണ്ടും ഓർത്തെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാരണം. 1000ഓളം മുസ്ലിങ്ങളെ കൊന്നു തള്ളിയ കുറഞ്ഞത് 250ഓളം മുസ്ലിം സ്ത്രീകളെയും പെൺകുട്ടികളെയും പബ്ലിക്കായി ഗ്യാങ് റേപ്പ് ചെയ്ത് ചുട്ടുകൊന്ന, കൗസർ എന്ന നിറഗർഭിണിയായ സ്ത്രീയെ റേപ്പ് ചെയ്ത് വാളുകൊണ്ട് ഗർഭസ്ഥ ശിശുവിനെ തുരന്നെടുത്ത് അവരുടെ ശരീരത്തോടൊപ്പം തീ വെച്ച, ബിൽക്കിസ് ബാനു എന്ന 5 മാസം ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും കൺമുൻപിൽ വെച്ച് 3 വയസ്സുള്ള മകളെ അടക്കം കുടുംബത്തിലെ 14 പേരെയും കൊന്നു തള്ളിയ, 10,000-കണക്കിന് മുസ്ലിങ്ങൾക്ക് നാട് വിടേണ്ടി വന്ന അസംഖ്യം ക്രൂരതകൾ നിറഞ്ഞ സംഘപരിവാർ അഴിച്ചുവിട്ട 2002 അതേ ഗുജറാത്ത് കലാപം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാരണം. റിപ്പോർട്ടുകൾ പ്രകാരം 1700ഓളം വീടുകളും 2000ഓളം കടകളുമാണ് അന്ന് കത്തിയെടുത്തത്. 204 കടകൾ കൊള്ളയടിക്കപ്പെടുകയും 76ഓളം ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ അഡ്രസും ബിസിനസ് സ്ഥാപനങ്ങളുടെ ലൊക്കേഷനും ഒക്കെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ മാസങ്ങൾക്ക് മുൻപേ പദ്ധതി തയ്യാറാക്കപ്പെട്ടിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അന്നത്തെ ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹാരൻ പാണ്ഡ്യ തുറന്നു പറഞ്ഞ കാര്യമാണ്, ഗോത്ര തീപിടുത്തത്തിന് ശേഷം അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി യോഗം വിളിച്ചുവെന്നും പോലീസിനോട് തിരിച്ചടിയിൽ തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞു. അന്ന് സിസിടി മുൻപാകെ അദ്ദേഹം മൊഴി കൊടുക്കുകയും ചെയ്തതാണ്. പക്ഷേ പിന്നാലെ വന്ന എൻക്വയറി കമ്മീഷൻ മുന്നിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് ഹാരൻ പാണ്ഡ്യ കൊല്ലപ്പെട്ടു. ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്കിനെ പറ്റി സുപ്രീം കോടതി മുമ്പാകെ മൊഴി നൽകിയ IPS ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ട് പിന്നീട് കേസുകളിൽ പെടുകയും ജോലി പോവുകയും ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. ഗർഭിണിയായ ബിൽക്കിസ് ബാനുവിനെ പീഡിപ്പിച്ചതിൽ ശിക്ഷ ലഭിച്ച 11 പേരും ഇന്ന് കുറ്റവിമുക്തരാണ്. തെഹൽക്ക് നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായ ആശിഷ് ഖേത്തയുടെ അന്വേഷണത്തിലുമൊക്കെ കലാപത്തിൽ തങ്ങളുടെയും ഭരണകൂടത്തിന്റെയും പങ്ക് തുറന്നു പറയുന്ന ഹിന്ദുത്വ നേതാക്കളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗുകളും ഉണ്ട്. 2002 ഗുജറാത്ത് കൂട്ടക്കൊലയുടെ സെൻട്രൽ ഫിഗറായിരുന്ന ബജ്രംഗ് നേതാവ് ബാബു ബജ്രംഗി, അതായത് ഈ സിനിമയിലെ വില്ലനും, നരോദ പാട്യ കൂട്ടക്കൊലയ്ക്ക് ശിക്ഷിക്കപ്പെട്ട മായ കൊപ്താനിയും ഒക്കെ അങ്ങനെ ചെയ്തതിൽ സ്വയം ഇതിഹാസ നായകരായി കാണുന്ന ചില പേരുകൾ മാത്രമാണ്. എന്തായാലും എല്ലാം തേഞ്ഞു മാഞ്ഞുപോയി. ഇവരെല്ലാം പതിയെ കുറ്റവിമുക്തരായി. ഗുജറാത്ത് കലാപം നടന്നിട്ടേ ഇല്ലാതെയായി. ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ അത് സിനിമയിലൂടെയാണെങ്കിലും സഹിക്കാൻ കഴിയാത്തവർ അതിൽ കത്രിക വെക്കുന്നത് സ്വാഭാവികമല്ലേ?